ഈ നേത്രരോഗങ്ങളും നേത്രവൈകല്യങ്ങളുമാണ്. അതിലൊന്നാണ് നിശാന്തത. വിറ്റാമിൻ എയുടെ അളവ് കുറയുന്നതിന്റെ ഫലമായി മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാകാത്ത അവസ്ഥയാണ് നിശാന്തത എന്ന് പറയുന്നത്. ഇതിനു മുൻപേ കാഴ്ചയ്ക്ക് പിന്നിലുള്ള ഒരു രസതന്ത്രമുണ്ട്. എങ്ങനെയാണ് കാഴ്ച ഉണ്ടാവുന്നത്, അതായത് എങ്ങനെയാണ് ആവേഗം രൂപപ്പെടുന്നത്. ഇപ്പൊ പ്രകാശം വന്ന് പതിക്കുമ്പോൾ പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഈ ഗ്രാഹി കോശങ്ങളിലെ വർണ്ണകങ്ങൾ വിഘടിക്കും. അതായത് നേരത്തെ പറഞ്ഞ റോഡോപ്സിനും ഫോട്ടോപ്സിനും വിഘടിക്കും. ഈ രാസമാറ്റാണ് ആവേഗങ്ങൾ രൂപപ്പെടാൻ കാരണമാകുന്നത്. ആവേഗങ്ങൾ നേത്രനാഡിയിലൂടെ സെറിബ്രത്തിൽ എത്തുമ്പോഴാണ് കാഴ്ച എന്ന അനുഭവം ഉണ്ടാകുന്നത്. ഇനി നമ്മുടെ ശരീരത്തിൽ വിറ്റാമിൻ എയുടെ അളവ് കുറഞ്ഞാൽ റെറ്റിനാലിന്റെ അളവ് കുറയും. റെറ്റിനാലിന്റെ അളവ് കുറഞ്ഞാൽ എന്താ പ്രശ്നം? റോഡോപ്സിന്റെ പുനർനിർമ്മാണം തടസ്സപ്പെടും. റോഡോപ്സിൻ ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയില്ല. ഈ അവസ്ഥയ്ക്കാണ് നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. ഇനി സിറോഫ്താൽമിയ, അതും വിറ്റാമിൻ എയുടെ അഭാവം കൊണ്ട് വരുന്നതാണ്. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം, ചെറിയൊരു അഭാവമല്ല, തുടർച്ചയായി കുറേ കാലത്തോളം നമ്മുടെ ശരീരത്തിൽ വിറ്റാമിൻ എ കുറയുകയാണെങ്കിൽ നമ്മുടെ നേത്രാവരണം, കൺജക്റ്റൈവയുടെ മറ്റൊരു പേരാണ് നേത്രാവരണം. ഈ നേത്രാവരണവും കോർണിയയും വരണ്ടു പോവും. കോർണിയ അധാര്യമായി പോവും. അധാര്യമായി പോയാൽ പിന്നെ യാതൊരു വഴിയുമില്ല. പ്രകാശം കണ്ണിനുള്ളിൽ എത്തിയാൽ മാത്രമേ നമുക്ക് കാഴ്ച സാധ്യമാവുള്ളൂ. പ്രകാശം കണ്ണിനുള്ളിൽ എത്താതായി പോകും. അപ്പൊ എന്താണ് അത്? അന്ധതയിലേക്ക് നയിക്കുന്ന ഒരവസ്ഥയാവും. അതിനെയാണ് സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം കൊണ്ട് നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അധാര്യമായി കാഴ്ചയില്ലാതാവുന്ന അവസ്ഥയാണ് സിറോഫ്താൽമിയ. വിറ്റാമിൻ എയുടെ അഭാവം കൊണ്ട് മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച കുറയുന്ന അവസ്ഥ, വ്യക്തമായി കാണാൻ കഴിയാതാവുന്ന അവസ്ഥയാണ് നിശാന്തത. ഇനി മറ്റൊന്ന് വർണ്ണാന്തത. വർണ്ണാന്തത ഒരു ജനിതക രോഗമാണ്. അതായത് ചുവപ്പ്, പച്ച, നീല എന്നീ നിറങ്ങളെ തിരിച്ചറിയാനുള്ള കോൺകോശങ്ങൾ നമ്മുടെ റെറ്റിനയിലുണ്ട്. ഇനി ഈ കോൺകോശങ്ങളിൽ ഏതിൻ്റെങ്കിലും ഒന്നിന്റെ തകരാറ് മൂലം ചിലർക്ക് ചുവപ്പും പച്ചയും നിറങ്ങളെ വേർതിരിച്ചറിയാൻ കഴിയില്ല. ഈ രോഗാവസ്ഥയാണ് വർണ്ണാന്തത എന്ന് പറയുന്നത്. ഡാൾട്ടനിസം എന്നും അറിയപ്പെടും. ചുവപ്പ്, പച്ച നിറങ്ങളാണ് അവർക്ക് വേർതിരിച്ചറിയാൻ കഴിയാതാവുക. അതൊരു ജനിതക രോഗമാണ് വർണ്ണാന്തത. മറ്റൊരു രോഗമാണ് ഗ്ലോക്കോമ. ഒരു അന്ധതയിലേക്ക് നയിക്കപ്പെടുന്ന ഒരു രോഗമാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു അക്വിസ് ദ്രവത്തെക്കുറിച്ച്. അക്വിസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമാണ് കണ്ണിലെ കലകൾക്ക് പോഷണവും ഓക്സിജനും നൽകും. രക്തത്തിൽ നിന്ന് രൂപപ്പെട്ട് തിരിച്ച് രക്തത്തിലേക്ക് തന്നെ പുനരാഗിരണം ചെയ്യപ്പെടുമെന്ന് പറഞ്ഞു. എന്നാൽ ചിലപ്പോൾ ഈ അക്വിസ് ദ്രവത്തിന്റെ പുനരാഗിരണം തടസ്സപ്പെടും. അങ്ങനെ ആകുമ്പോൾ കണ്ണിനുള്ളിലെ മർദ്ദം കൂടും. ഈ മർദ്ദം തുടർച്ചയായി കൂടിയാൽ നമ്മുടെ റെറ്റിനയ്ക്കും പ്രകാശഗ്രാഹി കോശങ്ങൾക്കൊക്കെ നാശം ഉണ്ടാവും. റെറ്റിനയും പ്രകാശഗ്രാഹി കോശങ്ങളും നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പൂർണ്ണമായ അന്ധതയിലേക്ക് നയിക്കപ്പെടും. പിന്നെ ഒരിക്കലും ആ അന്ധത പരിഹരിക്കപ്പെടില്ല. നാഡീകോശങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടായി വരില്ല. അതുകൊണ്ട് പൂർണ്ണമായ അന്ധതയിലേക്ക് നയിക്കപ്പെടും. അപ്പൊ ഈ മർദ്ദം കൂടിയ അവസ്ഥയിൽ, അല്ല മർദ്ദം കൂടുന്നുണ്ടെങ്കിൽ, അല്ല അക്യുസ്ദ്രവത്തിന്റെ പുനരായനം തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ ചികിത്സിക്കാം. അപ്പൊ അന്ധതയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ചികിത്സിക്കപ്പെടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ലേസർ ശസ്ത്രക്രിയയാണ് ചെയ്യുക. ഗ്ലോക്കോമയുടെ തുടക്കത്തിലുള്ള ചികിത്സയാണ് ലേസർ ശസ്ത്രക്രിയ. അക്യുസ്ദ്രവത്തിന്റെ പുനരാഗിരണം തടസ്സപ്പെടുന്നത് കൊണ്ട് കണ്ണിനുള്ളിലെ മർദ്ദം വർദ്ധിക്കുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. പരിഹാരം ലേസർ സർജറിയാണ്. ഇനി തിമിരം, കാറ്ററാക്ട്. പ്രായമായവരിൽ കണ്ണിലെ ലെൻസ് അധാര്യമായി പോവുക. ലെൻസ് അധാര്യമായ പിന്നെ ഉള്ളിലേക്ക് പ്രകാശം കടക്കില്ല. അങ്ങനെ കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. ലെൻസ് മാറ്റി വെച്ചിട്ട് നമുക്ക് പരിഹരിക്കാം തിമിരം, കാറ്ററാക്ട്. ഇനി ചെങ്കണ്ണ്, അതൊരു പകർച്ചവ്യാധിയാണ്. കൺജക്റ്റിവൈറ്റിസ്, നേരത്തെ നമ്മൾ പറഞ്ഞ നേത്രാവരണം അല്ലെങ്കിൽ കൺജക്റ്റൈവയെ ബാധിക്കുന്ന അണുബാധ. ബാക്ടീരിയ കാരണമോ വൈറസ് കാരണമോ ഒക്കെ ഉണ്ടാവാം. പിന്നെ മറ്റൊന്നാണ് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം. സെൽഫോൺ, കമ്പ്യൂട്ടർ, ടാബ്ലറ്റ് തുടങ്ങിയ ഉപകരണങ്ങൾ തുടർച്ചയായി ഉപയോഗിക്കുന്നത് മൂലം കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം. അപ്പൊ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഫോക്കസ് ചെയ്യാനുള്ള കണ്ണിന്റെ കഴിവിനെ ബാധിക്കും. തലവേദന വരും. പിന്നെ കണ്ണ് വരളുക, കണ്ണിന് അമിത സമ്മർദ്ദം, ഇതൊക്കെയാണ് ലക്ഷണങ്ങൾ.